അപ്പോൾ വെൽക്കം ടു ദ 8th ഓറിയന്റേഷൻ സെഷൻ. നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ ഏകദേശം ലാസ്റ്റ് എൻഡിലേക്ക് ആയിട്ടുണ്ട്. എല്ലാ ഓറിയന്റേഷൻ സെഷനും എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ മുതൽ സിലബസ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അറിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ പറ്റിയും നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ ഒരു പഠിത്തം ഉണ്ടാകുന്നതും എന്താണ് നമ്മൾ മുന്നേ പഠിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് റോഡ് ടു സക്സസ് എന്ന് പറയുന്ന ഓറിയന്റേഷൻ സെഷനിലാണ്. നമ്മളുടെ ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന നമ്മുടെ ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുത്തത് പല പല കാരണങ്ങളും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു ഫീൽഡിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉള്ളത്, നമുക്ക് മുകളിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും എന്തൊക്കെയാണ് നമ്മൾ മുന്നിൽ ഉള്ളത് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള റിയാസ് റുമി സാർ ഉണ്ട്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ MA അപ്ലൈഡ് സൈക്കോളജി കഴിഞ്ഞ് സൈക്കോളജിയിൽ MPhil കഴിഞ്ഞ ആളാണ്. ഇപ്പൊ പ്രൊഫഷണലി സാർ കരിയർ കൗൺസിലർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കരിയർ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാണ്, സൈക്കോളജിസ്റ്റ് ആണ്. സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ടു ദി സെഷൻ സാർ, ആൻഡ് ഓവർ ടു യു. താങ്ക് യു സോ മച്ച്. വലിയ സന്തോഷം നിങ്ങളൊക്കെ എല്ലാ ആളുകളെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ വേണ്ടി കഴിഞ്ഞതിൽ. ലേൺ വൈസിന്റെ റോഡ് ടു സക്സസ് എന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇപ്പോ ഈ വർഷവും നിങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം. കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനോടകം നിങ്ങൾ സിലബസിനെ കുറിച്ച് ഇഗ്നോയെ കുറിച്ച് ഒക്കെ പിന്നെ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാന് സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങള്, ഒപ്പീനിയനുകള്, സംശയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടുതലാകുന്ന രീതിയിൽ സംസാരിക്കാം എന്നാണ് വ്യക്തിപരമായിട്ട് കരുതുന്നത്. സൈക്കോളജി എന്നുള്ള വിഷയത്തിന് മറ്റെങ്ങും ഇല്ലാത്ത അത്ര ഒരു പ്രാധാന്യമുള്ള കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 2009-10 കാലത്തിലാണ് സൈക്കോളജി എന്നുള്ള സബ്ജക്ട് ചൂസ് ചെയ്തിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അന്ന് എൻ്റെ വീട്ടിൽ സൈക്കോളജി പഠിക്കുന്ന ആദ്യത്തെ ആളായിരുന്നു ഞാൻ. എൻ്റെ കുടുംബത്തിൽ ആദ്യത്തെ ആളായിരുന്നു. എൻ്റെ ഗ്രാമത്തിൽ ആദ്യത്തെ ആളായിരുന്നു. അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിലനിൽക്കുന്ന ജില്ലയിൽ തന്നെ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയൊന്നുമല്ല. സൈക്കോളജിയുടെ ഒരു 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 എന്താണ് പ്രചാരണം വലിയ തോതിൽ ഉണ്ടായിട്ടുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് കോളേജുകൾ, ഒരുപാട് കുട്ടികൾ, ഈ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ വരുന്നത് നമ്മളെ പത്രമാധ്യമങ്ങൾ വളരെ കൂടിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സൈക്കോളജിക്ക് ഒരു പ്രചാരണം നേടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, നിങ്ങളെല്ലാ ആളുകളും BA സൈക്കോളജി അല്ലെങ്കിൽ MA സൈക്കോളജി ഇഗ്നോയുടെ കീഴിൽ പഠിക്കുന്ന ആളുകളുമാണ്. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് നിങ്ങൾ ഓരോ ആളുകളും. ഓരോ ആളുകളുടെയും അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും, ജീവിതം വളരെ വ്യതിരിക്തമായിരിക്കും. നിങ്ങൾ വരുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യം അത്യധികം വ്യത്യസ്തമായിരിക്കും. ഈ വ്യതിരിക്തതകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെല്ലാ ആളുകളും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതും അത് സൈക്കോളജി ആയി എന്നുള്ളതിലും വ്യക്തിപരമായി എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഫ്യൂച്ചർ സാധ്യതകൾ എന്നുള്ള സംഗതികളൊക്കെയാണ് ഉള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളൊരു ഒപ്പീനിയൻ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. നിങ്ങൾ ഈ സൈക്കോളജി എന്നുള്ള വിഷയം എടുക്കാനുള്ള കാരണം എന്താ എന്നുള്ളത് ഫണ്ടമെന്റലി നിങ്ങളെ മനസ്സിനുള്ളിൽ എന്നാ BA സൈക്കോളജി പഠിച്ചേക്കാം അല്ലെങ്കിൽ MA സൈക്കോളജി പഠിച്ചേക്കാം എന്നൊക്കെ ഉള്ളൊരു ഒരു ചിന്ത വരുന്നതിന് പ്രൈമറി ആയിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞിക്കാച്ച നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ മൊബൈലിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യായിരിക്കും ഞാൻ കരുതാണ്. ഓക്കെ, BSc സൈക്കോളജി ആയിരുന്നു. ഓക്കെ, സൈക്കോളജി ഡിഗ്രി പഠിച്ചു എന്നുള്ളതുകൊണ്ട് സൈക്കോളജി PG പഠിക്കുന്നു എന്നുള്ള ആളുകളുണ്ട്. വരെയൊക്കെ കേട്ടെ. മനുഷ്യ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ, വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, കമ്മ്യൂണിറ്റി കൗൺസിലിംഗ്, മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, സൈക്കോളജിസ്റ്റ് ആവുക,
ഓക്കെ. കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുക, മറ്റുള്ള ആളുകളെ, നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുക, സൈക്കോളജി, ഹിപ്നോട്ടിസം ചെയ്യാൻ കഴിയുക, വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും മനസ്സിലാക്കാൻ, ഹ്യൂമൻ സൈക്കയെ മനസ്സിലാക്കാൻ, ഇമോഷൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രൈമറി ക്ലാസ് ടീച്ചറാണ്, കുട്ടികളെ പറ്റി മനസ്സിലാക്കാൻ, പാരൻസിനെ കുറിച്ച് ഹെൽപ്പ് ചെയ്യാൻ, ഓക്കെ, മനുഷ്യന്മാർക്കുള്ള ട്രോമകളെ മറികടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിഷയം നൽകുന്ന കൗതുകങ്ങള്, സൈക്കോളജി ടീച്ചിങ് ഫീൽഡിലുള്ള ആളുകളായതുകൊണ്ട് സൈക്കോളജി ഒരു നല്ല പ്രൊഫഷനാണ്. ഓക്കെ. ഓ, ഇഷ്ടം പോലെ ഉത്തരങ്ങളുണ്ട്. ഓക്കെ. എനിക്ക് നല്ലൊരു ധാരണ കിട്ടി നിങ്ങളുടെ ഒരു ആസ്പിരേഷനെ കുറിച്ചിട്ട്. എനിവേ, ഇനി കുറെ വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, പാർട്ട് ടൈം ടീച്ചിങ്. ഓക്കെ. ഈ സൈക്കോളജി എന്നുള്ള വിഷയത്തിന് ഉള്ള ഒരു ഞാൻ സൈക്കോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വിഷയാനുരാഗത്തോടു കൂടി പഠിക്കുക എന്നുള്ളത് അത്യധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സംഗതി ഇത് പഠിക്കാൻ കുറെ തിയറികളുണ്ട്, കുറെ സംവിധാനങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സംഗതിയൊന്നുമല്ല പഠിക്കുക. കൗതുകമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഞാൻ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് ഈ ലേണിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററിനെ പറ്റി പഠിപ്പിക്കുകയാണ്. സൈക്കോളജി പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനം ആണല്ലോ. ഈ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുക, അപ്പൊ എങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും, ഈ പഠിക്കാനുള്ള നുണുക്ക് വിദ്യകൾ എന്തൊക്കെ, കുറുക്കു വഴികൾ എന്തൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും സൈക്കോളജിയിലെ ലേണിംഗിൽ പഠിപ്പിക്കുക എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ടീച്ചർ വന്നിട്ട് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അൺകോൺഷ്യസ് സ്റ്റിമുലസ്, കോൺഷ്യസ് സ്റ്റിമുലസ് എന്നൊക്കെ പറഞ്ഞു, അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, കണ്ടീഷണൽ സ്റ്റിമുലസ്, അൺകണ്ടീഷണൽ റെസ്പോൺസ്, കണ്ടീഷണൽ റെസ്പോൺസ്, പാവലോയുടെ പട്ടി, സ്കിന്നറ നായ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചത്. കാരണം തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് സൈക്കോളജിയെ പഠിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡിലൂടെ പോവുക എന്നുള്ളത് അത്യധികം ആനന്ദകരമാണ്. അപ്പോൾ എനിക്ക് ഫണ്ടമെന്റലി പറയാനുള്ളത്, ഈ കോഴ്സ് എടുക്കുന്ന ഒരു ആവേശവും ഒരു ഈ ആരംഭശൂരത്വത്തോടൊപ്പം തന്നെ ഇതിനോടുള്ള ഒരു കൺസിസ്റ്റന്റ് ഇൻട്രസ്റ്റ് എല്ലാ സമയത്തും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ട് എല്ലാത്തിനെയും സൈക്കോളജി കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സൈക്കോളജി പഠിക്കുമ്പോൾ തിങ്ക് ലൈക്ക് എ സൈക്കോളജിസ്റ്റ്, ആക്ട് ലൈക്ക് എ സൈക്കോളജിസ്റ്റ്, ഫീൽ ലൈക്ക് എ സൈക്കോളജിസ്റ്റ് എന്നാണ്. ഒരു സൈക്കോളജിസ്റ്റ് ആയി കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ഭാവുകത്വം, നമ്മളുടെ ഒരു വൈകാരിക തലം, നമ്മളുടെ ഒരു അറ്റാച്ച്മെന്റ്, നമ്മളുടെ ഒരു ലോകബോധം, നമ്മളുടെ ഒരു സാമൂഹിക ബന്ധങ്ങൾ, ഇതിനൊക്കെ ഒരു സൈക്കോളജിയുടെ ഫ്ലേവർ കൂടി വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് ഈ ഒരു മേഖല പഠിക്കാനും ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നന്നായി ഉണ്ടാവേണ്ട ഒന്നാണ് എന്നുള്ളത്. നിങ്ങളുടെ ഇനി കാണുന്ന കാഴ്ചകൾ, ഇനി കേൾക്കുന്ന കേൾവികൾ, നിങ്ങളുടെ ചിന്തനങ്ങൾ, നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ, നിങ്ങളുടെ വൈകാരിക പരിസരങ്ങൾ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ പലതരത്തിലുള്ള അടരുകളിലേക്കൊക്കെ സൈക്കോളജിയുടേതായിട്ടുള്ളൊരു മേമ്പൊടി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് എന്നതാണ്. സൈക്കോളജിയുടെ കരിയറിലേക്ക് വരുന്ന സമയത്ത് ഈ സൈക്കോളജിയുടെ ജ്ഞാനം എന്നുള്ള സാധനം, അറിവ് എന്നുള്ളത് നിങ്ങൾ ഈ ഇഗ്നോയുടെ പ്രവിശാലമായിട്ടുള്ള സിലബസിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയാണ്. ഇഗ്നോയുടെ സിലബസ് ഞാൻ നോക്കിയ സമയത്ത്, ഞാനൊക്കെ സൈക്കോളജി ഡിഗ്രി പഠിച്ച സിലബസിനേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ളതാണ്. എന്റെ സിസ്റ്റർ സൈക്കോളജിയിൽ ഇഗ്നോയിൽ കോഴ്സ് കഴിഞ്ഞ ആളാണ്. ഞാൻ അവളെ ഈ കോഴ്സ് പഠനവുമായി ബന്ധപ്പെട്ട് പല നിലക്ക് ഹെൽപ്പ് ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പഠിക്കാത്ത കുറെ സംഗതികളൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 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 ജ്ഞാന വൈപുല്യം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ലോകമാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്കില്ലുകൾ ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞത്, നമുക്ക് ഈ ഇഗ്നോയുടെ പാഠ്യപദ്ധതിക്ക് പുറത്തുനിന്ന് ലഭിക്കേണ്ട പലതരത്തിലുള്ള അസിസ്റ്റീവ് ആയിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതും ഇതോടൊപ്പം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ 3 വർഷത്തെ ഡിഗ്രി പഠനവും 2 വർഷത്തെ PG പഠനത്തോടൊപ്പം തന്നെ ഈ ആളുകളെത്ത് ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്, മറ്റുള്ള ആളുകളെ അനുഭാവപൂർവ്വം കേൾക്കാന്, ആശയങ്ങളെ ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്,
അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ, സങ്കുചിതങ്ങളെ, വ്യക്തിബന്ധങ്ങളെ, പേഴ്സണാലിറ്റിയെ, ഇതൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം. ഈ സൈക്കോളജി പഠിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ഒരു സെൽഫ് എംപവർമെന്റിന്റെ കൂടി ഭാഗമാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അനുസൃതമായിട്ടുള്ള സ്കില്ലുകൾ കൂടി നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒപ്പം തന്നെ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള കരിയർ സാധ്യതകളൊക്കെയാണ്, ഏത് തരത്തിലൊക്കെ ജോലികളിലേക്ക് എത്താം, എന്തൊക്കെ തരം ജോലികൾ ഇതിനുള്ളിലുണ്ട് എന്നുള്ള എല്ലാം കൂടി പറയുക എന്നുള്ളത് വളരെ ഹ്രസ്വമായിട്ടുള്ള സമയം കൊണ്ട് പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കിയിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള അഭിപ്രായങ്ങളും ആശങ്കകളും സംശയങ്ങൾക്കൊക്കെ ഡിസ്കഷനൊക്കെ ഒരുപാട് സമയം തരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, സൈക്കോളജി ഇടപെടാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊന്നിനെ കുറിച്ച് ചിന്തിച്ചാലും ആ ചിന്തിക്കുന്ന മേഖലയിൽ സൈക്കോളജിയുടെ ഒരു ഫ്ലേവർ ഉണ്ടാകും. നോക്കൂ, പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്ന ഒരു സമയമാണ്, യൂറോപ്പിൽ ആഘോഷം നടക്കുകയാണ്. ഈ ഒളിമ്പിക്സ് സ്പോർട്സ് ഇവന്റ് ആണ്. ഈ സ്പോർട്സുമായി സൈക്കോളജിക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ഏരിയ തന്നെ ഉണ്ട്. ഈ സ്പോർട്സ് താരങ്ങളിൽ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, സ്പോർട്സ് താരങ്ങളുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ ഒക്കെ ഉള്ള ഒരു വിസ്തൃതമായിട്ടുള്ള പഠന മേഖലയാണ് യഥാർത്ഥത്തിൽ സ്പോർട്സ് സൈക്കോളജി മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കായിക മേഖലയോട് അഭിനിവേശമുള്ള ആളുകൾക്ക് സ്പോർട്സ് സൈക്കോളജി, പെർഫോമൻസ് കോച്ച്, സ്പോർട്സ് കൗൺസിലിംഗ് ഒക്കെ പറയുന്ന വളരെ പ്രവിശാലമായിട്ടുള്ള ഒരു മേഖല ഉണ്ട്. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കുകയാണ് പല നിലയ്ക്ക്. ഇപ്പോൾ ഈ സുനിത വില്യംസ് സ്പേസിൽ പോകുന്നു, ആ സ്പേസ് ക്രാഫ്റ്റ് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയിൽ പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയാണ്. അപ്പോൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്ക് സൈക്കോളജിക്ക് വല്ല കാര്യമുണ്ടോ? അത് ഫിസിക്സിന്റെയും കോസ്മോളജിയുടെയും സ്പേസ് സയൻസിന്റെയും ഒക്കെ ഒരു മേഖലയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും അവിടെയും ഈ ബഹിരാകാശത്തും സൈക്കോളജിക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എലൻ മസ്ക് ഒക്കെ പറയുന്ന പോലെ നാളെ ചൈനയിൽ കുടിയേറേണ്ടി വന്നാലും സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ സ്പേസ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. കാരണം ബഹിരാകാശത്തേക്ക് പോകുന്ന സമയത്ത് അതിന് പ്രിപ്പയർ ചെയ്യുന്ന ബഹിരാകാശ പര്യവേക്ഷകർക്ക് വേണ്ട മാനസികപരമായിട്ടുള്ള ഒരു സംഗതി. ഞാൻ ഈ അടുത്ത കാലത്ത് നീൽ ആംസ്ട്രോങ്ങിന്റെ കഥ വായിച്ചു. ആദ്യമായി ചന്ദ്രനിൽ പോയ സമയത്ത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റികൾ, ആദ്യമായിട്ട് നമ്മളൊരു ഒരു ഭൂമിക്ക് പുറത്തൊരു ഗോളത്തിൽ ചെന്ന് ഇറങ്ങുന്നു, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന മാനസിക വിഫലതകളെ അഡ്രസ് ചെയ്യേണ്ട ആളുകൾ സൈക്കോളജിസ്റ്റുകളാണ്. സ്പേസ് സൈക്കോളജി, എയറോ സൈക്കോളജി എന്നൊക്കെ പറയുന്ന മേഖലകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എഞ്ചിനീയറിംഗ് സൈക്കോളജി, മീഡിയ സൈക്കോളജി, അങ്ങനെ ഏതേത് മേഖലകൾ എടുത്തു നോക്കിയാലും സൈക്കോളജിയെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സംഗീതവുമായി കണക്ട് ചെയ്യാം, സിനിമയായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സാങ്കേതിക വിദ്യകളുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, മിലിറ്ററിയുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, വ്യവസായവും വാണിജ്യവുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമുക്ക് എന്തൊക്കെ തരം ജ്ഞാന വ്യവസ്ഥകളുണ്ടോ, തൊഴിൽ മേഖലകളുണ്ടോ, ആ മേഖലയുമായിട്ട് കണക്ട് ചെയ്യാൻ സൈക്കോളജിക്ക് പറ്റും എന്നതാണ്. അപ്പൊ നമ്മൾ എല്ലാ ആളുകളും ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കേണ്ടത്, ഈ സ്പേസിനുള്ളിൽ, ഈ ഒരു വിസ്തൃതമായ സൈക്കോളജിയുടെ മേഖലകൾക്കുള്ളിൽ നിങ്ങൾ എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ വ്യക്തിപരമായ ഒരു കരിയർ കൗൺസിലറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ തൊഴിൽ, കരിയർ, ഉപരിപഠനം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പേസുകളുണ്ട്. അവിടെയാണ് വ്യക്തിപരമായി ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, ഞാനൊരു ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഇടം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ധാരാളം സൈക്കോളജി മേഖലയുണ്ട്. പൊതുവിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സൈക്കോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുകയും സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട ചില മേഖലകളും, ഒന്ന്, സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് വലിയ ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ളതാണ് ഈ രോഗചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മേഖല. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാനസിക അസുഖങ്ങളുള്ള ആളുകളെ ചികിത്സിക്കുന്ന ഒരു മെന്റൽ ഹെൽത്ത് ടീമിലെ ഒരു മെമ്പറാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് നേഴ്സ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ മെന്റൽ ഹെൽത്ത് ടീമിൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ, ഹോസ്പിറ്റലുകളിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആയിരിക്കും ഇവരെ വർക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാൻ വേണ്ട, ഒരു ചികിത്സാ മനഃശാസ്ത്രജ്ഞനാവാൻ വേണ്ട ഒരു അക്കാദമിക യോഗ്യത ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഓരോ രാജ്യങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ള റെഗുലേഷൻസ് ആയിരിക്കും. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അതിന് ലൈസൻസ് നൽകുന്ന ഒരു അതോറിറ്റി.
അതിനുള്ളിൽ വരുന്നത് ഇന്നത്തെ സാഹചര്യ പ്രകാരമാണ് എങ്കിൽ ഒരു സൈക്കോളജി മാസ്റ്റേഴ്സിന് ശേഷം എംസൈ അല്ലെങ്കിൽ ഇപ്പൊ MA ക്ലിനിക്കൽ സൈക്കോളജി എന്നാണ് പ്രോഗ്രാമിന്റെ പേര് വരുന്നത് എന്നൊക്കെ. പണ്ട് MPhil ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഏതായാലും ഇതിന്റെ പേരെന്തായാലും ഇതിന്റെ സ്വഭാവം ഒരു 2 വർഷത്തെ റെസിഡൻഷ്യൽ സ്വഭാവമുള്ള ഒരു കോഴ്സാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ MBBS ഡോക്ടറൊക്കെ പോലെ തന്നെ പകൽ സമയത്ത് നമ്മൾ രോഗികളെ കാണുന്നു, വൈകുന്നേരങ്ങളിൽ നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുന്നു, ഈ ഈവനിങ്ങളിൽ നമ്മൾ ഈ കേസ് ഡിസ്കഷൻ നടത്തുക ചെയ്യുന്ന ഒരു വളരെ ക്ലിനിക്കൽ എക്സ്പോഷർ ഉള്ള, ഇപ്പൊ നിംഹാൻസ് പോലെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി റാഞ്ചി പോലെ, നമ്മൾ കേരളത്തിലാണെങ്കിൽ അമൃത മെഡിക്കൽ കോളേജ് ഉണ്ട്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി പോലെ, ഇംഹാൻസ് കോഴിക്കോട് പോലെ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ പോയി ഒരു MPhil പോലത്തെ MPhil എന്നാണ് ഈ നിലവിലുള്ള കോഴ്സിന്റെ പേര്. ഇൻ ഫ്യൂച്ചർ അതിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. എന്തായാലും ഒരു 2 വർഷത്തെ റെസിഡൻഷ്യൽ കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള സ്വഭാവത്തിലുള്ള ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ളത്, ഇതിനുള്ള ഒരു യോഗ്യത. അതല്ലാതെ SID പോലെ PDCP പോലത്തെ ചില ഹ്രസ്വകാല കോഴ്സുകൾ വേറെയും ഉണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ഒക്കെ അടങ്ങുന്ന ഒരു വിസ്തൃതമായിട്ടുള്ള മേഖലയാണ്. ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ നേരിടുന്ന പലതരത്തിലുണ്ടാവുന്ന പ്രതിസന്ധികൾ, അത് മാനസിക ബുദ്ധിമുട്ടുകളാവാം, കുടുംബ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, വൈകാരിക ബുദ്ധിമുട്ടുകളാവാം, അഡിക്ഷൻസ് ആവാം, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാം, അക്കാദമിക് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ, കരിയർ റിലേറ്റഡ് ബുദ്ധിമുട്ട് എന്ന് തുടങ്ങി പലതരത്തിലുള്ള കൗൺസിലിംഗ് മേഖലകളുണ്ട്. അപ്പോ ഈ ഒരു കൗൺസിലർ ആവുക എന്നുള്ളതിന് ഒരു സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു നല്ല എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഒരു കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലറായി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒപ്പം തന്നെ പല നേരങ്ങളിൽ ഇപ്പൊ ഈ കൗൺസിലിംഗ് ഒരു വലിയ അംബ്രല്ല ഫീൽഡാണ്. അതിനുള്ളിൽ അനേകം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്കൂൾ കൗൺസിലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, അഡിക്ഷൻ കൗൺസിലിംഗ് ഉണ്ട്. പലതരത്തിലുള്ള അഡിക്ഷനുകളുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ലഹരി വസ്തുക്കളോടുള്ള അഡിക്ഷൻ ആവാം, അതല്ലെങ്കിൽ സ്മോക്കിംഗ് ആവാം. ഇപ്പൊ ഈ ബിഹേവിയറൽ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡിജിറ്റൽ അഡിക്ഷൻസുകളൊക്കെ ഉണ്ട്. ഇത്തരം അഡിക്ഷനുകൾ അഡിക്ഷൻ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഉണ്ടാവും. മാരേജ് കൗൺസിലേഴ്സ് ഉണ്ടാവാം, കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഫാമിലി തെറാപ്പി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ പല ലാക്ടേഷണൽ കൗൺസിലർ ഉണ്ട്, ഹെൽത്ത് കൗൺസിലർ ഉണ്ട്, അങ്ങനെ പല കരിയർ കൗൺസിലർ ഉണ്ട്. അങ്ങനെ പല പല മേഖലകളിൽ കൗൺസിലർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കൗൺസിലിംഗ് വലിയൊരു മേഖലയാണ്. അതത് മേഖലകളിൽ വ്യക്തികൾ നേരിടുന്ന പലതരത്തിലുണ്ടാകുന്ന സങ്കീർണതകളെ, ബുദ്ധിമുട്ടുകളെ, വൈഷമ്യങ്ങളെ ഒക്കെ പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഫഷണലാണ് യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ. അപ്പൊ ആ മേഖലയിൽ നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പുനരധിവാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന എന്തെങ്കിലും നിലക്കുണ്ടാകുന്ന ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളിൽ ഹെൽപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റിയേക്കാളേറെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റികളാണ്. ഇപ്പോൾ ഓട്ടിസവും, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷനോ ഒക്കെ പോലുള്ള ബുദ്ധിപരമായ പരിമിതികളുള്ള, മാനസികപരമായ പരിമിതികളുള്ള ഇത്തരം ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ആളുകളിൽ സൈക്കോളജിക്കലായ ട്രീറ്റ്മെന്റുകളിലൂടെ അവരെ മറികടക്കാൻ വേണ്ടി പറ്റും. ഒരു ഓട്ടിസ്റ്റിക് ആയ ഒരാൾക്ക്, ഒരു ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടിയെ അവനവന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഊഷ്മളമായ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻ, ഒരു ഇടപെടലുകൾ കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത്തരം പ്രൊഫഷണലുകളെ നമുക്ക് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, റെമഡിയൽ ട്രെയിനിങ്, റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇൻ റീഹാബിലിറ്റേഷൻ സെറ്റിംഗ്സ്, ഇങ്ങനെ ഡിസബിലിറ്റി മാനേജ്മെന്റ്, ഇങ്ങനെ പലതരം കരിയറുകൾ അതിനുള്ളിലുണ്ട്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന ധാരാളം കോഴ്സസ് ഇതിനുള്ളിലുണ്ട്. സൈക്കോളജി പഠിച്ച ആളുകൾക്കൊക്കെ ഡിപ്ലോമ പ്രോഗ്രാമുകളും PG പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പോൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെഗുലേഷന്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് റീഹാബിലിറ്റേഷൻ സൈക്കോളജി. അപ്പൊ ആ മേഖലയോട് താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു മേഖലയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ, വിശിഷ്യ കുട്ടികളുടെ അവരെ ഹെൽപ്പ് ചെയ്യുക, അതൊരു വലിയ രീതിയിലുള്ള ഒരു 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 സാമൂഹിക സേവനം കൂടിയാണ് എന്നുള്ള ഒരു പ്രൊഫഷൻ എന്നതോടൊപ്പം തന്നെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഓർഗനൈസേഷണൽ സൈക്കോളജിയാണ്. സൈക്കോളജി പഠിച്ച ആളുകൾക്ക് കമ്പനികളിൽ, ഓർഗനൈസേഷനിൽ, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ HR-ലോ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് OB, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇൻഡസ്ട്രിയൽ സൈക്കോളജി,
കോർപ്പറേറ്റ് സൈക്കോളജി എന്നൊക്കെ പറയുന്ന ഒരു കരിയർ മേഖല. ഇത് യഥാർത്ഥത്തിൽ വലിയ ഓർഗനൈസേഷൻ, ഇപ്പൊ 2000-3000 പേരൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ ഓർഗനൈസേഷനുകളിൽ ഈ ഓർഗനൈസേഷനിലെ തൊഴിലാളികൾ, അവിടുത്തെ എംപ്ലോയീസ്, ഇവരുടെ വെൽബീയിങ്, ഇവരുടെ സെലക്ഷൻ, ഏറ്റവും ഉചിതമായ ആളുകളെ സെലക്ട് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, അതിനുള്ളിലെ കോൺഫ്ലിക്റ്റുകളെ റിസോൾവ് ചെയ്യുക, നല്ലൊരു എംപ്ലോയി വെൽബീയിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ IO സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റുകളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് ആ മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ട്. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ സൈക്കോളജിയുടെ ഒരു 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 പരിച്ഛേദമാണ് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റുകൾ. അപ്പൊ ആ ഒരു മേഖല ഫോക്കസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷനാണ്. നിങ്ങൾ ഒരു PG സൈക്കോളജിക്കൊക്കെ ശേഷം വേണമെങ്കിൽ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷന് യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജിക്കാർക്കുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും BBA MBA പോലത്തെ കോഴ്സൊക്കെ പഠിക്കുന്ന ആളുകൾ അവർ ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടാവും. കാരണം സൈക്കോളജിയുടെ ഒരു അംശം ഓർഗനൈസേഷനിലും ഉണ്ട് എന്നർത്ഥം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് അക്കാദമിക്സിന്റെയും റിസർച്ചിന്റെയും മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ടീച്ചിങ്ങിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഇപ്പോൾ സൈക്കോളജിയുടെ ഉള്ളിലെ ടീച്ചിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന പോലെ തന്നെ 10ാം ക്ലാസ് വരെ സൈക്കോളജി ഒരു സബ്ജക്റ്റായി ഇവിടെയും പഠിപ്പിക്കുന്നില്ല. +1 +2 ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ഈ ഹ്യൂമാനിറ്റീസിലും സയൻസിലും സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയോ അറിയില്ല, കേരളത്തിൽ ഒരു 50ൽ പരം ഗവൺമെന്റ് സ്കൂളിൽ തന്നെ +2 സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് ഹ്യൂമാനിറ്റി സ്ട്രീമിലും ഒപ്പം തന്നെ ചില സ്കൂളുകളിൽ സയൻസ് സ്ട്രീമിലും ഉണ്ട്. CBSE ഇഷ്ടംപോലെ സ്കൂളുകളിൽ സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയി പഠിപ്പിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ധാരാളം ഇന്ത്യൻ സ്കൂളുകളിൽ സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടി പറ്റും. സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് പ്ലസ് സെറ്റ് ക്വാളിഫൈ ചെയ്യുക. സെറ്റ് എക്സാം എഴുതാൻ B.Ed വേണ്ട സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ സംഗതി B.Ed കൂടി ക്വാളിഫൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം കേരള PSC വഴിയൊക്കെ HSST സൈക്കോളജി ആവണമെങ്കിൽ B.Ed വേണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ സ്കൂൾ ടീച്ചിങ്ങിലേക്കുള്ള ഒരു അവസരമുണ്ട്. ഇനി സ്കൂൾ ടീച്ചിങ്ങിൽ മാത്രമല്ല, സ്കൂളിൽ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഈ CBSE ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ആശയമാണ് കുട്ടികളെ ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുക. അഡോളസെന്റ് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം കുട്ടികൾക്ക് ജീവിത നൈപുണികൾ ഉണ്ടാവുക എന്നുള്ളത് ഈ കൗമാരത്തിന്റെ മഹാകയത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുകയും ഒരു മുതിർന്ന ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ വേണ്ടി വലിയ തോതിൽ സഹായിക്കുമെന്നൊക്കെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ലൈഫ് സ്കില്ലുകളെ കുട്ടികളെ ട്രെയിൻ ചെയ്യണം. ലൈഫ് സ്കില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ലുകൾ, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ പോലുള്ള സ്കില്ലുകളാണ്. അത്തരം സ്കില്ലുകളെ ട്രെയിൻ ചെയ്യുന്ന ടീച്ചർമാരെ പല സ്കൂളുകളും ഹയർ ചെയ്യാറുണ്ട്. അപ്പൊ സ്കൂളുകൾക്കുള്ളിൽ ഈ ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേറ്റർ എന്നുള്ള പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനും നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ചില സ്കൂളുകളിലും വെൽബീയിങ് എഡ്യൂക്കേറ്റർ ഉണ്ട്, ഹാപ്പിനെസ് കോച്ചുകൾ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യുക. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലും സൈക്കോളജി പഠിച്ച ആളുകൾക്ക് വലിയ സാധ്യതകൾ ഉണ്ട് എന്നാണ്. ഇനി ഉയർന്ന ക്ലാസ്സുകൾ, ഇപ്പോൾ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുക, BSc സൈക്കോളജി പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ BA സൈക്കോളജി പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക. കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ UGC നടത്തുന്ന നെറ്റ് എക്സാം പാസ്സാവുന്നതിലൂടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ യോഗ്യത നേടുന്നതാണ്. ഒരു PhD പോലത്തെ ഒരു റിസർച്ച് ഡിഗ്രി കൂടി ഉണ്ട് എങ്കിൽ അതൊരു വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും അധ്യാപന മേഖലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഗവേഷണ മേഖലകൾ സൈക്കോളജിക്കുള്ളിലുണ്ട്. പല വൈവിധ്യമാർന്ന ഗവേഷണ മേഖലകളും ഉണ്ട്. ഇപ്പോൾ റിസർച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പലതരം, ഉദാഹരണത്തിന് നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ ഗുഡ്ഗാവ് PhD ഇൻ ന്യൂറോ സൈക്കോളജി, ന്യൂറോ സയൻസിനുള്ളിൽ തന്നെ ന്യൂറോ സൈക്കോളജി ഫോക്കസ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്ക് അവസരം നൽകുന്നുണ്ട്. സൈക്കോളജി പഠിച്ച ആളുകൾക്ക് IIPR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിൽ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിൽ ഈ ജനസംഖ്യാ പഠനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. IIM-കളിൽ ഓർഗനൈസേഷൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സൈക്കോളജിയുടെ പലതരം മേഖലകളിൽ റിസർച്ച്, ഗവേഷണ സ്വഭാവത്തിൽ PhD-യിലേക്കൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗവേഷണം, അക്കാദമിക്, അധ്യാപനം ഇതുപോലത്തെ മേഖലകളിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടി പറ്റും. ഇനി ഈ സൈക്കോളജി പഠിക്കുന്ന ആളുകൾ ഒപ്പം തന്നെ ഒരു സൈക്കോ തെറാപ്പിയിൽ കൂടി
അറിവ് നേടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പികൾ, സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പികൾ, സൈക്കോ ഡൈനാമിക് തെറാപ്പികൾ, ഇനി പലതരത്തിലുള്ള ആർട്ട് ബേസ്ഡ് തെറാപ്പികൾ, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പികൾ, ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി, ലോഗോ തെറാപ്പി, ഇങ്ങനെ 2000-ൽ പരം തെറാപ്പികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിലേതെങ്കിലും ഒരു തെറാപ്യൂട്ടിക് മേഖലയിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളതും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മേഖലയാണ്. അത് പല തരത്തിലുള്ള തെറാപ്പികളുണ്ട്. നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നിങ്ങൾക്ക് ധാരാളം അറിവും കൗതുകവും ജ്ഞാനവും ഉള്ള ഒരു തെറാപ്പിസ്റ്റ് ആയി മാറാനും യഥാർത്ഥത്തിൽ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് പറ്റും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല പബ്ലിക് പ്രസന്റേഷൻ സ്കില്ലുകളുള്ള, ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ നല്ല സ്കില്ലുകളുള്ള ആളുകൾക്ക് ഒരു ട്രെയിനറായിട്ട് സൈക്കോളജി പഠിച്ച ആളുകൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു മേഖലയിലും വലിയ പ്രത്യേകിച്ച് ലൈഫ് സ്കിൽ ട്രെയിനിങ്ങുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ്ങുകൾ, പലതരം സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങുകൾ, അവയർനെസ് ക്ലാസ്സുകൾ, മെന്റൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ്സുകൾ, ഈ പലതരത്തിലുള്ള, ഇപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ ഉണ്ടാവും, സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അഡോളസെന്റ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് നല്ല സാധ്യതകളുണ്ട്. ഇനി സൈക്കോളജി പഠിക്കുന്ന നിങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം, മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട മേഖല, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു സ്വന്തം നിലയ്ക്ക് ഒരു സർവീസോ പ്രൊഡക്റ്റോ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഓണ്ടർപ്രണോറിയൽ ലൈഫിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ADHD, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുണ്ടാവും അല്ലെ, ഈ പരപരപ്പ്, ശ്രദ്ധക്കുറവൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. ഇത്തരം കുട്ടികളെക്ക് പിന്നെ ഈ ADHD ഉള്ള ആളുകളുടെ അറ്റൻഷൻസിനെ ഫോക്കസ് ചെയ്യാനും ഹൈപ്പർ ആക്ടിവിറ്റി കുറക്കാനും പറ്റുന്ന ഒരു പ്രോഗ്രാമോ ഒരു 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 ഡിവൈസോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഈ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഓണ്ടർപ്രണോറിയൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട മേഖല, ഇപ്പോൾ ബന്ധപ്പെട്ട മേഖലയിലും സൈക്കോളജിക്കുള്ളിൽ ധാരാളം സാധ്യതകളുണ്ട്. ഇങ്ങനെ സൈക്കോളജി ഒരു വിസ്തൃതമായിട്ടുള്ള ഒരു 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 മേഖലയാണ്. ധാരാളം ഞാൻ ഇനിയും പറയുകയാണെങ്കിൽ നമുക്ക് തീരാത്ത അത്ര പറയാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഈ മേഖലകൾ സൈക്കോളജിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറുകളിലേക്കോ അഭിപ്രായങ്ങളിലേക്കൊക്കെ പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതിൽ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഡിഗ്രി വേണം, ഒരു PG വേണം, അങ്ങനെ ഒരു കോഴ്സ് എടുത്തു എന്നതിനേക്കാൾ ഉപരി വാട്ട് യു വാണ്ട് ടു ബിക്കം എന്നുള്ളത്, ഞാനൊരു കരിയർ കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ കൂടി പറയാണ്. ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ട്, ഇഷ്ടം പോലെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക. സൈക്കോളജി പഠിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്ടം പോലെ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുക. സൈക്കോളജി ഫീൽഡുകളുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് ഒക്കെ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കുക. ഈ വ്യക്തിബന്ധങ്ങള് സൈക്കോളജിക്കുള്ളിൽ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അത് ഉറപ്പാണ്. നിങ്ങൾ സൈക്കോളജി പഠിച്ചില്ലെങ്കിലും നല്ല ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് വലിയ. എസ്തർ പരേൽ എന്ന് പറഞ്ഞൊരു ഫാമിലി തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇവര് പറയുന്നത്, ഒരു മനുഷ്യന്റെ മൊത്തം ജീവിതത്തിന്റെ ഒരു സിംഗിൾ മോസ്റ്റ് പ്രഡിക്റ്റർ ഓഫ് വെൽബീയിങ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് നല്ല ജീവിതം, അടിപൊളി ജീവിതമാണ്, ഒരു മനുഷ്യന് നല്ല ജീവിതമുണ്ട്, സന്തോഷകരമായ ജീവിതമുണ്ട് എന്നുള്ളതിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന സിംഗിൾ മോസ്റ്റ് പ്രഡിക്റ്റർ റിലേഷൻഷിപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഹാപ്പി റിലേഷൻഷിപ്പ്, വളരെ സ്വസ്ഥതവും സമാധാനമുള്ള ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അയാളെ മൊത്തത്തിലുള്ള ജീവിതത്തിന്റെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അയാളുടെ ഹാപ്പിനെസ്സിനെ വലിയ രീതിയിൽ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാണ്. അപ്പൊ നല്ല വ്യക്തിബന്ധങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഒപ്പം തന്നെ സൈക്കോളജി നിങ്ങൾ ഓൾറെഡി ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട നല്ല സെമിനാറുകളോ വർക്ക്ഷോപ്പുകളോ സിമ്പോസിയങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാൻ നോക്കുക. എല്ലാവരും ചെയ്യണമെന്നല്ല, നിങ്ങളെ പോസിബിലിറ്റിക്കുള്ളിൽ. കാരണം സൈക്കോളജി പഠിച്ച ആളുകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള ആളുകളൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇത്തരം നല്ല വർക്ക്ഷോപ്പുകൾ, സിമ്പോസിയങ്ങൾ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം അത് ആ അർത്ഥത്തിൽ വലിയ ഒരു 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 ഗുണം നമുക്ക് ചെയ്യും എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിങ്ങളൊരു കരിയറിന്റെ ചക്രവാളത്തെ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്? നിങ്ങളെ പഞ്ചായത്തിൽ തന്നെ ഒരു ജോലി കിട്ടണം, നമ്മളെ വീടിനടുത്ത് ഒരു ജോലി കിട്ടണം, അല്ല മിഡിൽ ഈസ്റ്റിൽ ഒരു ജോലിക്ക് ട്രൈ ഔട്ട് ചെയ്യണം. ഗൾഫ് രാജ്യങ്ങളിൽ UAE-ലോ ഖത്തറിലോ സൗദിയിലോ ഒമാനിലോ ബഹ്റൈനിലോ
കുവൈറ്റിലൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം. ഇനി അതല്ല, കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ബാംഗ്ലൂരോ പൂനെയോ ഹൈദരാബാദോ ചെന്നൈയോ ഇൻഡോറോ ജയ്പൂരോ നോയിഡയോ കൊൽക്കത്തയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ടയർ 1 ടയർ 2 സിറ്റികളിലൊക്കെ പോയി സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ഇനി ഇതും അല്ലാത്ത ആളുകൾ ഇപ്പോ വിദേശത്തോട്ട് UK കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡോ ഇനി ഇപ്പോൾ യൂറോപ്യൻ രാജ്യം ജർമ്മനിയോ ഫ്രാൻസോ ഇറ്റലിയോ ഹംഗറിയോ ഓസ്ട്രിയ ഇങ്ങനെ എവിടെയെങ്കിലും, അപ്പൊ നിങ്ങളൊരു കരിയറിന്റെ ചക്രവാളം എവിടെയാണ് നിങ്ങൾ വരയ്ക്കുന്നത് എന്നുള്ളതിനെ കൂടി നിങ്ങൾ പരിഗണിക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ പ്രിപ്പറേഷൻ വേണ്ടത്. മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പോലുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല നാട്ടിലൊരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി വേണ്ടത്. അതല്ല ഒരു ഒരു ഡൽഹിയോ ബോംബെയോ ബാംഗ്ലൂരൊക്കെ പോലത്തെ ഒരു 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 മെട്രോ സിറ്റിയിൽ ജോലിക്ക് വേണ്ടത്. ഓരോത്തിനും വേണ്ട സ്കില്ലുകള് കോഴ്സുകള് അറിവുകള് ഈ ഈ അവയർനെസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ കരിയറിന്റെ ഒരു ഒരു ചക്രവാളം എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കൃത്യമായ അവയർനെസ് വേണം. ഇനി പുറത്ത് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇഗ്നോല പഠിക്കുന്നത് ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പുച്ഛിക്കും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ. പിന്നെ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളെ ഇകഴ്ത്തി സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പലതരം വേദനകളിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത പല ജീവിത സാഹചര്യത്തിലൂടെ വരുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ഓരോ ആളുകളുടെയും ലോകം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ലോകമല്ലേ. നമ്മൾ അനുഭവിക്കാത്ത ലോകത്തെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോ ഈ ആത്മവിശ്വാസം ഒരു നിലക്കും നിങ്ങൾ കൈവിടരുത് എന്നുള്ളതാണ് അടുത്തൊരു സംഗതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്ത് നിങ്ങൾ വാല്യൂഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ലോകത്ത് അതിജീവിക്കാനും മുന്നോട്ട് പോകാനൊക്കെ അർഹതപ്പെട്ട ഒരാളാണ് നിങ്ങൾ എന്നത്. അതുകൊണ്ട് ഈ നമ്മളെ ഇകഴ്ത്താനും നമ്മളെ മുന്നോട്ടുള്ള വഴിക്ക് കുറുക്കെ നിൽക്കാനും പറ്റുന്ന പലതരം ജീവിത സന്ദർഭങ്ങൾ ഉണ്ടാവും. ഈ സന്ദർഭങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു ഒരു എന്തൊക്കെ തരം ടൂളുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചേക്കണം എന്നുള്ളതാണ്. നിങ്ങൾ മെന്റൽ ഹെൽത്ത് സെഗ്മെന്റിനുള്ളിലേക്കാണ് പോകുന്നത്. മെന്റൽ ഹെൽത്തിന്റെ മെന്റൽ ഹെൽത്ത് സൈക്കോളജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ അവനവന്റെ മാനസികാരോഗ്യത്തെ കുറിച്ചും ചിന്തിക്കണം. പിന്നെ നിങ്ങളൊരു മാനസികാരോഗ്യങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളത്? ഇതിനെ സംബന്ധിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. അതിൽ ഇനി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മടിക്കേണ്ടിയില്ല. അതും തേടുക എന്നുള്ള സാധനം ഈ സൈക്കോളജിയുടെ ഉള്ളിൽ ഒരു ഗ്രോത്ത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് പ്രിപ്പയർഡ് ആക്കണം എന്നുള്ള സാധനം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നു, സിലബസ് പഠിച്ചു തുടങ്ങുന്നു എന്നുള്ളതോടൊപ്പം തന്നെ മാനസികമായിട്ട് കൂടി നിങ്ങൾ എക്യുപ്ഡ് ആക്കുക എന്നുള്ളത് ഇതിനുള്ളിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരു സൈക്കോളജി പഠിതാവ് എന്നുള്ള അർത്ഥത്തിൽ പഠിക്കാൻ റെഡിയാവുക എന്നുള്ളതോടൊപ്പം തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന്, ഇനി ഹയർ എഡ്യൂക്കേഷൻ ആവട്ടെ ജോലി ആവട്ടെ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ചിന്തിക്കാനും ആ ചിന്തയുടെ ഒരു ചക്രവാളത്തെ ഉണ്ടാക്കാനും അതിന് വേണ്ടിയിട്ട് എലോങ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് പ്രഭാഷണം ഇങ്ങനെ ഈ വൺ വേ ടോക്ക്, റേഡിയോ ടോക്ക് അവസാനിപ്പിക്കാം. പിന്നെ ഒന്ന്, നിങ്ങളൊക്കെ പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. പലതരം ജോലികളോടൊപ്പം കോഴ്സ് പഠിക്കുന്ന ആളുകളുണ്ടാവും, വീട്ടിൽ കുട്ടികൾ നോക്കുന്നതോടൊപ്പം കോഴ്സ് പഠിക്കുന്ന ആളുകളുണ്ടാവും, പല സന്ദർഭത്തിലുള്ള ആളുകളുണ്ടാവും. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കില്ലുകളെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ നല്ല ക്ലാസ് എടുക്കാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക. ഞാൻ ഈ കാശ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തൊട്ടടുത്ത സ്കൂളുകളിലോ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥാപനങ്ങളിലോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയത്തിൽ പഠിച്ച് പ്രയത്നിച്ച് പരിശീലിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുക. എല്ലാവരും ക്ലാസ് എടുക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം ക്ലാസ് എടുക്കാൻ പറ്റുന്ന സ്കില്ലുള്ള ആളുണ്ടാവും, എഴുതാൻ സ്കില്ലുള്ള ആളുകളുണ്ടാവും, മാനസികാരോഗ്യത്തെ കുറിച്ചൊക്കെ എഴുതാൻ കഴിയുന്ന ആളുകൾ. അവർക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഓണപരീക്ഷ വരാൻ വേണ്ടി പോകുന്നു. ഓണപരീക്ഷ വരാൻ പോകുന്ന കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിക്കൂടെ? എഴുതാലോ. ഇങ്ങനെ എഴുതാൻ കഴിയുള്ള ആളുകൾക്ക് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടോ? അത് ചെയ്യുക. നിങ്ങളൊരു ഞാൻ പറഞ്ഞത് ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം നിങ്ങൾ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളെ കഴിവിന്റെ പരിധിക്കുള്ളിൽ വരുന്ന പലതരം കാര്യങ്ങളുണ്ടാവും. ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് കുട്ടികളെ പഠിപ്പിക്കണ്ടേ, കുട്ടികളെ മെന്റർ ചെയ്യാലോ.
ഉദാഹരണത്തിന് മെന്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോയ അതേ വഴിയിലൂടെ നടക്കുന്ന കുട്ടികളെ ഒപ്പം നിൽക്കുക എന്നുള്ള സംഗതിയാണ്. ഇപ്പോൾ SLC പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നത്, +2 പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും. ഈ കുട്ടികൾക്ക് പല ആളുകൾക്കും നല്ല ബുദ്ധി ഉണ്ടാവും. അപ്പോൾ പാരന്റ്സ് ഒക്കെ നമ്മളോട് വന്നിട്ട് പറയല് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷെ മെനക്കെടൂല, ഒന്നും ഇരിക്കൂല, ഫുള്ള് മൊബൈലിലാണ്, ഇൻസ്റ്റഗ്രാമിലായിരിക്കും, ഫുൾ കളിയാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ പരിമിതി കൊണ്ടൊന്നുമല്ല കുട്ടി പഠിക്കാത്തത്, കുട്ടിയുടെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിൽ ഒരു ഒരു അടുക്കും ചിട്ടില്ല, ഓർഗനൈസേഷൻ ഇല്ല. അപ്പോൾ ആളുകൾക്ക് അടുക്കും ചിട്ടി ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം അടുക്കും ചിട്ടയും മനുഷ്യന്റെ മൊത്തം ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യും, ഹാപ്പിനെസ്സിനെ ഇമ്പ്രൂവ് ചെയ്യും, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഒരു മോഡറേറ്റ് അടുക്കും ചിട്ടയൊക്കെ ആളുകളുടെ കരിയർ സക്സസിന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ റിസർച്ച് ഉണ്ട്, പ്രൂവൺ റിസർച്ച് ഉണ്ട്. ഈ അടുക്കും ചുറ്റും ഓവർ ആയാലും പ്രശ്നം കേട്ടോ. അത് ഒരു രോഗാതുരായി പോകുന്നതിനെ നമ്മൾ OCD എന്നൊക്കെ പറയാം, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഒബ്സസീവ് ആയിട്ടുള്ള ഒരു ഓർഡർലിനെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ള നിലക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് സ്റ്റുഡൻസ് മെന്ററിങ് കൊടുക്കാൻ പറ്റും, ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ യോഗ, മ്യൂസിക്, ഈ പലതരത്തിലുള്ള നാടകങ്ങൾ, ഇതിനോടൊക്കെ കമ്പുണ്ടെങ്കിൽ ഇതിലൊക്കെ സൈക്കോളജിയുടേതായ ഫ്ലേവർ ചേർക്കാൻ വേണ്ടി പറ്റും. മെഡിറ്റേഷൻ, യോഗ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വലിയ സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്തരം ചിന്തകളിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളത് എലോങ് വിത്ത് ദി സ്റ്റഡീസ്, ഈ പഠനത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയ ഒന്ന്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കാം എന്ന് ചിന്തിക്കേണ്ടതില്ല. പഠിക്കുന്നതോടൊപ്പം തന്നെ എലോങ് വിത്ത് ദിസ് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ജീവിതവും പഠനവും ഒരേപോലെയാണ്. നമുക്ക് അറിഞ്ഞതിന് ശേഷം ജീവിക്കാൻ വേണ്ടി പറ്റൂല, പഠിച്ചതിന് ശേഷം ജീവിക്കാൻ വേണ്ടി പറ്റില്ല. പഠിക്കലും പ്രയോഗിക്കലും ഒരുമിച്ച് നടക്കുക. ഇത് ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് നടക്കുന്നതിലൂടെ പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ജീവിതത്തിനുള്ളത്. അത് ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്, ഫിലോസഫിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഗതി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഈ ഒരു വൺ വേ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിലൂടെ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഒരു ചോദ്യം വന്നിട്ടുള്ളത് സ്കൂൾ കൗൺസിലിംഗ് മേഖലയിലേക്ക് പോകാൻ MA സൈക്കോളജി കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള. സ്കൂൾ കൗൺസിലർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പൊ ആരായിരിക്കണം ഒരു സ്കൂൾ കൗൺസിലർ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് അങ്ങനെ റെഗുലേഷൻസ് ഒന്നുമില്ല. പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ള ഈ ജോബ് നോട്ടിഫിക്കേഷനിലൊക്കെ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് MSW പോലത്തെ കോഴ്സ് കഴിയുക, പ്രിഫറബിളി ഒരു PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ഒക്കെ പോലുള്ള കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സൈക്കോളജിയുള്ള PG ആണ് മാസ്റ്റേഴ്സ്, MA സൈക്കോളജിയാണ് അടിസ്ഥാന യോഗ്യത. ഇനി അതോടൊപ്പം ഒരു അധിക യോഗ്യത എന്നുള്ള നിലക്ക് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിലൊക്കെ ഒരു ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചിങ് മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഒരു പ്രിയോറിറ്റി ഈ മേഖലയിൽ ഉണ്ടാവും. RIE എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട്, നിങ്ങൾക്കറിയാം, B.Ed ഒക്കെ കൊടുക്കുന്ന റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം. നമ്മൾ തൊട്ടടുത്തുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂരാണ്. അവര് ഒരു വിദൂര പഠനത്തിന്റെ സ്വഭാവം, ഡിസ്റ്റൻസ് ലേണിംഗിന്റെ സ്വഭാവത്തിൽ തന്നെയുള്ള ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഗ്രാമാണ്. പലപ്പോഴും കേന്ദ്രീയ വിദ്യാലയത്തിലേക്കൊക്കെ ഈ കോഴ്സ് കഴിഞ്ഞ ആളുകളെ പ്രിഫർ ചെയ്യാറുണ്ട്. BSc സൈക്കോളജിക്കാർക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. പൊതുവെ സൈക്കോളജിയുടെ ഉള്ളിൽ ഒരു പ്രൊഫഷണൽ യോഗ്യതയായിട്ട് പരിഗണിക്കപ്പെടുന്നത് PG കഴിയുക എന്നുള്ളതാണ്. പറഞ്ഞാൽ PG ആണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. അതായത് MA സൈക്കോളജിയാണ് അടിസ്ഥാനം. ഡിഗ്രി സൈക്കോളജി കൊണ്ട് സൈക്കോളജിയുടെ ഉള്ളിൽ ഒരു അറിവ് കിട്ടും എന്നുള്ളതും, പലപ്പോഴും സൈക്കോളജി ലബോറട്ടറികളിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ടോ അസിസ്റ്റീവ് ലെവലിലൊക്കെ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒരു പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. What are the criteria to become a online psychological consultant? ഒരു ഓൺലൈൻ ആയിട്ട് സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ചെയ്യുക എന്നുള്ളതിന്
ഡിപ്പെൻഡ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് കൺസൾട്ടേഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സൈക്കോളജിക്കൽ കൺസൾട്ടന്റ് എന്നുള്ളത് കൊണ്ട് രോഗചികിത്സയാണോ, കൗൺസിലിംഗ് ആണോ, സൈക്കോതെറാപ്പി ആണോ, ഇനി അതല്ലെങ്കിൽ സൈക്കോ ലീഗൽ അഡ്വൈസിംഗ് ആണോ, കരിയർ കൗൺസിലിംഗ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് സർവീസ്, എന്തൊക്കെ തരത്തിലുള്ള കൺസൾട്ടേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതിനായിരിക്കും. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ക്വാളിഫിക്കേഷൻ ഒരേപോലെ തന്നെ ആയിരിക്കും. സൈക്കോളജിയുടെ ഉള്ളിൽ ലൈസൻസിങ് വേണ്ട രണ്ട് മേഖലകൾ, ഒന്ന് റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽ സൈക്കോളജികൾ, ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജിയാണ്. മറ്റു തരം മേഖലകൾക്കൊന്നും നിലവിൽ സൈക്കോളജിക്ക് ഒരു ലൈസൻസ്, ഒരു ലീഗൽ ലൈസൻസിങ് സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മേഖലകളിൽ നിങ്ങൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടോ ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആയിട്ടോ നിങ്ങളെ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ PGക്ക് ശേഷം MPhil സൈക്കോളജി, അതല്ലെങ്കിൽ PDCP പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, ID പോലത്തെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യണം. ക്ലിനിക്കൽ റീഹാബിലിറ്റേഷൻ സൈക്കോളജി വെച്ചാൽ PGDRP പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി, MPhil റീഹാബിലിറ്റേഷൻ സൈക്കോളജി പോലത്തെ കോഴ്സസ് ആണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഈ കോഴ്സിന്റെ പേരുകൾ ഇൻ ഫ്യൂച്ചറിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാൻ ആഫ്റ്റർ മാസ്റ്റേഴ്സ് എന്തെടുക്കണം എന്നുള്ളത് നിലവിൽ അതിന് ഞാൻ നമ്മൾ ഇപ്പോഴത്തെ സംസാരിക്കുന്ന സമയത്ത് ഇതിനുള്ളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലുണ്ടാകുന്ന യോഗ്യത MPhil ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ 2 വർഷത്തെ കോഴ്സ് പാസ്സാവുക എന്നുള്ളതാണ്. ഈ കോഴ്സിന്റെ പേര് MPhil എന്നുള്ള കോഴ്സ് ഇല്ലാണ്ടാവുകയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ വെളിച്ചത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ കോഴ്സ് 2026 വരെ നടത്താനേ ഇപ്പൊ RCAക്ക് അംഗീകാരമുള്ളൂ. അതിനുശേഷം ഈ കോഴ്സിന്റെ പേര് റീനെയിം ചെയ്തിട്ട് MPsy ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്നായിരിക്കും എന്നാണ് ആദ്യം RCA അറിയിച്ചത്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു നോട്ടിഫിക്കേഷനിൽ MA ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള പ്രോഗ്രാമായിട്ട് മാറും. എനിവേ, എന്തായാലും ഒരു 2 വർഷം ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ ബേസ്ഡ് ട്രെയിനിങ് ഉള്ള ഒരു 2 ഇയർ കോഴ്സിലേക്കായിരിക്കും നിങ്ങൾ PGക്ക് ശേഷം പോവേണ്ടി വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് RCA റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. എല്ലാ PG പ്രോഗ്രാമുകളും സൈക്കോളജി പ്രോഗ്രാമുകളും ക്ലിനിക്കൽ സൈക്കോളജിക്ക് അനുസൃതമായിരിക്കില്ല. RCA റെക്കഗ്നൈസ്ഡ് ആയ സ്ഥാപനങ്ങളിൽ തന്നെ പഠിക്കേണ്ടി വരും. ഫോറൻസിക് സൈക്കോളജിയിൽ MA കഴിഞ്ഞു എന്താണ് ചെയ്യുന്നത്? ഫോറൻസിക് സൈക്കോളജി എന്നുള്ളത് സൈക്കോളജിയുടെ ഉള്ളിലെ ഫോറൻസിക് റിലേറ്റഡ് ആയി ബന്ധപ്പെട്ട മേഖലയിൽ, കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ഇപ്പൊ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ പൊതുവെ ചെയ്യുന്നത് ഈ ഫോറൻസിക് ഒരു കുറ്റാന്വേഷണത്തിന്റെ മേഖലയിൽ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് വലിയ സംഗതിയുണ്ട്. എസ്പെഷ്യലി ഐ വിറ്റ്നസ് ടെസ്റ്റിമണി ഒക്കെ പോലെയുള്ള ദൃക്സാക്ഷി വിവരണം ഒക്കെ പോലുള്ള മേഖലയിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ ഹെൽപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഓട്ടോപ്സി നടത്താറുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ മെഡിക്കൽ ഓട്ടോപ്സി പോലെ തന്നെ സൈക്കോളജിക്കൽ ഓട്ടോപ്സി ഉണ്ട്. അഥവാ മാനസികപരമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഈ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പക്ഷെ ഇതിന്റെ ഒരു തൊഴിൽ മേഖലയിൽ വരുമ്പോൾ നമ്മൾ ഈ ഫോറൻസിക് സയൻസുമായി, ഞാൻ ഫോറൻസിക് സൈക്കോളജി അല്ല, ഫോറൻസിക് റിലേറ്റഡ് മേഖലയിൽ തന്നെ വരുമ്പോൾ വലിയ തോതിൽ ഗവൺമെന്റ് മേഖലയിൽ മാത്രമേ ഇതിൽ തൊഴിൽ സാധ്യത കൂടുതലുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫോറൻസിക് പ്രൊഫഷണൽസിനെ കാണാൻ പറ്റില്ല. അപ്പൊ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറികളിലോ ഫോറൻസിക് സർജനൊക്കെ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഗവൺമെന്റ് സംവിധാനത്തിനുള്ളിലാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു ഓപ്പർച്യൂണിറ്റി വൈസ് ഒരുപാട് പബ്ലിക് സെക്ടറിൽ മാത്രമേ തൊഴിലുള്ളതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ജോലികൾക്കൊക്കെ ഒരു താരതമ്യേന കുറവാണ്. പിന്നെ സൈക്കോളജി ഈ മേഖലയിൽ പഠിപ്പിക്കുക, ഗവേഷണത്തിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി പോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മേഖലയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട സാധനം, ഒരു ഇനീഷ്യൽ കരിയർ സ്ട്രഗിൾ സ്വാഭാവികമായിട്ടും ഈ ഫീൽഡിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം വലിയ തോതിലുള്ള തൊഴിൽ ഓപ്പണിംഗ് ആ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് ഒരു സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചത്. ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ളത് ഒരു മനോരോഗ വിദഗ്ധനാണ്. മനോരോഗ വിദഗ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഡിഗ്രിക്ക് ശേഷം, MBBS പോലത്തെ ഒരു മെഡിക്കൽ ഡിഗ്രിക്ക് ശേഷം മാനസിക രോഗ മേഖലയിൽ ചികിത്സിക്കാനുള്ള അറിവും പരിജ്ഞാനം നേടിയിട്ടുള്ള ഒരു MD സൈക്യാട്രി കഴിഞ്ഞ ഒരാളെ നമ്മൾ പൊതുവെ സൈക്യാട്രിസ്റ്റിന് പറയാം. അദ്ദേഹത്തിന് ഒരു മനുഷ്യന്റെ ഒരു മാനസിക രോഗം ഉള്ള ഒരാളെ രോഗനിർണയം നടത്തി മരുന്ന് ചികിത്സയൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറയാം. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പെരുമാറ്റം, സ്വഭാവം, വൈകാരികതയൊക്കെ പോലെ മാനസികപരമായ മേഖലകളെ കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് സൈക്കോളജി എന്നാണ്.
ആ മേഖലക്കുള്ളിൽ തന്നെ മാനസിക രോഗ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽസ് ആണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അവർ മാനസിക രോഗ ചികിത്സ നടത്തുന്നത് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നതല്ല, മരുന്നോ സർജറിയിലൂടെ അല്ല, പകരം വ്യത്യസ്തമായ തെറാപ്പിയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ മാനസിക രോഗത്തെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അപ്പൊ സൈക്കോളജി ഒരു വിശാലമായ പഠന മേഖലയും സൈക്യാട്രി ഒരു രോഗചികിത്സാ മേഖലയും ആണ്. ഓക്കെ, ടു ബിക്കം എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നോ ഐ എം ഡൂയിങ് ഇൻ BA സൈക്കോളജി, വാട്ട് ഈസ് ദ നെക്സ്റ്റ്? ഇപ്പൊ BA സൈക്കോളജി പഠിച്ച ആളുകൾക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നാണ്. അടുത്ത സ്റ്റെപ്പ് നിലവിലുള്ള ഒരു സംഗതിയാണ് എങ്കിൽ 2 വർഷത്തെ PG സൈക്കോളജി, മാസ്റ്റേഴ്സ് സൈക്കോളജി പഠിച്ചതിന് ശേഷം RCI റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അപ്പോഴത്തേക്ക് കുറച്ച് കാലമാവും, അപ്പത്തിന് ഈ കോഴ്സിന്റെ നെയിമിങ്ങിലൊക്കെ 2 വർഷത്തെ ക്ലിനിക്കൽ ട്രെയിനിങ്ങുള്ള ഈ MPhil ക്ലിനിക്കൽ സൈക്കോളജിക്ക് ഇക്വലന്റ് ആയ കോഴ്സ്. അന്ന് മിക്കവാറും MA ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്നായിരിക്കും കോഴ്സിന്റെ പേര്. അത് PGക്ക് ശേഷമായിരിക്കും ചെയ്യേണ്ടി വരിക. അതല്ലെങ്കിൽ 4 വർഷത്തെ BSc BA ഹോണേഴ്സ് സൈക്കോളജി പഠിക്കണം എന്നാണ് നിലവിലുള്ള റെഗുലേഷൻസ്. വിദൂര പഠനം വഴി 4 വർഷത്തെ BA ഹോണേഴ്സ് സൈക്കോളജി ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, MA സൈക്കോളജി ഇഗ്നോയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. PhDക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അബ്രോഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നതാണോ ബെറ്റർ? സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഗ്നോയിലായിട്ട് മറ്റേത് യൂണിവേഴ്സിറ്റിയിലായിട്ട് ഒരു PhD ചെയ്യാനുള്ള യോഗ്യത ഒന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ റെഗുലേഷൻ പ്രകാരം PhD അഡ്മിഷന് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ എടുക്കേണ്ടത് നെറ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പുതിയ റെഗുലേഷൻസ്. എന്നാൽ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും PG മാത്രമുള്ള ആളുകളെ എടുക്കുന്നുണ്ട്. നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നതാണ്. നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതോടൊപ്പം അതിൽ JRF കൂടി ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഫെലോഷിപ്പോട് കൂടിയിട്ട് തന്നെ PhDക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതത് യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അപേക്ഷ വിളിക്കുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ നെറ്റ് സ്കോറിന്റെയും PG സ്കോറിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സ്ഥലത്ത് PhD ചെയ്യുക. വിദേശത്ത് PhD ചെയ്യാൻ വേണ്ടി പറ്റും. വിദേശത്ത് ഏത് രാജ്യത്താണ് PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നാട്ടിലുള്ള PhD ക്രൈറ്റീരിയ, പൊതുവെ സൈക്കോളജിയിലുള്ള ഒരു മാസ്റ്റേഴ്സ് ആയിരിക്കും വേണ്ടി വരിക. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു PhD എന്ന് പറഞ്ഞ റിസർച്ച് ഡിഗ്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിസർച്ച് ഏരിയ വേണ്ടി വരും, റിസർച്ച് പ്രൊപ്പോസൽ വേണ്ടി വരും, റിസർച്ച് മെത്തഡോളജിയിൽ ഒരു അറിവും പരിജ്ഞാനമൊക്കെ വേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ടും വേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ PhDക്ക് എൻറോൾ ചെയ്യുക. നാട്ടിലാണോ വിദേശത്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് തരത്തിലുള്ള ജോലി, എവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ഒന്നിനനുസരിച്ചിരിക്കും. കാരണം പൊതുവെ വിദേശത്ത് ഫെലോഷിപ്പ് ഒന്നും ഇല്ലാതെ PhD ചെയ്യുകയാണെങ്കിൽ ഒരു കോടി രൂപ വരെയൊക്കെ ഫീസ് വരും. ഫുള്ളി ഫണ്ടഡ് ഫെലോഷിപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് PhD ഒക്കെ ഇപ്പോൾ രാജ്യത്തിന് പുറത്തു പോയി ചെയ്യാനുള്ള ഒരു സംഗതി പൊതുവിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എവിടെയാണ് സ്കോളർഷിപ്പ് കിട്ടുന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നോക്കുകയും ചെയ്യാം. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് MPhil ഹയർ എഡ്യൂക്കേഷൻ ബുദ്ധിമുട്ടാണ് എന്ന് നോർമലി പറയുന്നത് ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാമോ? പൊതുവിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസുകൾക്ക് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് റെഗുലറായി പഠിച്ച ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതൊന്നും ഞാൻ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. അപൂർവം ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബഹുഭൂരിപക്ഷം സ്ഥലത്തും MPhilനോ PhDക്കോ അങ്ങനെ എക്സെപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. സൈക്കോളജി ഫ്രറ്റേണിറ്റിക്ക് ഒരു മുൻധാരണ പൊതുവിലുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായി ഇഗ്നോയിൽ നിന്ന് പഠിക്കുന്ന കോഴ്സ് ഒരു UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ വാല്യൂ റെക്കഗ്നൈസേഷൻ എന്നുള്ള കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഈ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ആളുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ റെഗുലറായി പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കുക വേണമെങ്കിൽ എന്തിനാ ഡിസ്റ്റൻസിന് എടുക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിയമപരമായിട്ടോ നോട്ടിഫിക്കേഷൻ വെച്ചോ അങ്ങനെ വലിയ തോതിൽ അപൂർവം ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും കണ്ടിട്ടില്ല. റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് സ്കൂളുകളിലേക്ക് കൗൺസിലിങ്ങിന് PG മതിയോ? റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ എന്ത് തരത്തിലും സ്കൂളുകളിലും റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഉദാഹരണത്തിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, റീഹാബിലിറ്റേഷൻ കൗൺസിലർ, ABA തെറാപ്പിസ്റ്റ്, ഇതിനൊക്കെ പലതരം യോഗ്യതകളാണ് വേണ്ടത്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവാനാണ് ആഗ്രഹിക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ DED BEd ഒക്കെ പോലത്തെ RCI റെക്കഗ്നൈസ്ഡ് കോഴ്സ് ചെയ്യാൻ വേണ്ടത്. റീഹാബിലിറ്റേഷൻ കൗൺസിലർ ആണെങ്കിൽ PGDRP ഒക്കെ പോലത്തെ ഒരു റീഹാബിലിറ്റേഷനിലുള്ള PG ഡിപ്ലോമ കോഴ്സ് ചെയ്യണം. ഇഗ്നോനെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഈ ABA തെറാപ്പിസ്റ്റ് ഒക്കെ പോലത്തെ ബിഹേവിയർ അനലിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ QABയുടെയോ BACBയുടെയോ ഒക്കെ പോലത്തെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷനിലുള്ള ബിഹേവിയറൽ തെറാപ്പിയിലുള്ള ലൈസൻസിങ് ആണ് വേണ്ടത്. അടിസ്ഥാന യോഗ്യത എന്തായാലും PG മതി. ഇനി അതോടൊപ്പം തന്നെ എന്ത് തരത്തിലുള്ള പ്രൊഫഷൻ ജോലിയാണ് ഈ റീഹാബിലിറ്റേഷൻ സെറ്റിംഗ്സിനുള്ളിൽ എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മൾ മറ്റു കോഴ്സുകൾ ചെയ്യേണ്ടതോ ലൈസൻസിങ് വേണ്ടതോ
നമ്മൾ നോക്കേണ്ടത്. PhD എങ്ങനെ എടുക്കുക എന്നുള്ളത്, ഈ PG കംപ്ലീറ്റ് ചെയ്യുക, നെറ്റ് ക്വാളിഫൈ ചെയ്യുക, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ആഗ്രഹിക്കുന്നത് അതത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, അവർ നമ്മൾ റിസർച്ച് പ്രൊപ്പോസലിന്റെയും ഇന്റർവ്യൂവിന്റെയും നമ്മൾ നെറ്റ് മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ അഡ്മിഷൻ നടത്തുകയായിരിക്കും ചെയ്യാറുള്ളത്. MA സൈക്കോളജി കഴിഞ്ഞ് കൗൺസിലിംഗ് സെന്റർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്യണോ? കൗൺസിലിംഗ് സെന്റർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതിന് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ കൗൺസിലിംഗ് സെന്ററിനുള്ളിൽ എന്തൊക്കെ സർവീസ് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച്, നിങ്ങൾ കൗൺസിലിംഗ് സെന്ററിൽ നിങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിന്റെ സർവീസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു സൈക്യാട്രിസ്റ്റ് അനിവാര്യമാണ്, ഒരു അംഗീകൃത സൈക്യാട്രിസ്റ്റ് വേണം. ഇനി റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് കൊടുക്കണമെങ്കിൽ റീഹാബിലിറ്റേഷൻ പ്രൊഫഷനിലുള്ള ആളുകൾ, സ്പീച്ച് തെറാപ്പി കൊടുക്കണമെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് വേണ്ടി വരും, ഓഡിയോളജിസ്റ്റ് വേണമെങ്കിൽ ഓഡിയോളജിസ്റ്റ് വേണ്ടി വരും, ഇങ്ങനെയൊക്കെ വേണം. അപ്പൊ നിങ്ങൾ എന്തൊക്കെ സർവീസ് ആ കൗൺസിലിംഗ് സെന്ററിൽ കൊടുക്കുന്നു, ഇപ്പൊ കൗൺസിലിംഗ്, ഗൈഡൻസ്, സൈക്കോ തെറാപ്പി ഒക്കെ ആണ് എങ്കിൽ അതിന് സൈക്കോളജി മാസ്റ്റേഴ്സ് തന്നെ ഇനഫ് ആണ്. ഇനി ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ, ഒരു സെന്റർ തുടങ്ങാനുള്ള ലൈസൻസിങ് ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിരിക്കും അതിന്റെ രജിസ്ട്രേഷൻസ് ഉണ്ടാവുക. ഇപ്പൊ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ കാര്യങ്ങളുടെ ക്രൈറ്റീരിയയും നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ആസ്കിങ് ഫോർ മൈ ഫ്രണ്ട് വാട്ട് ആർ ദ റിക്വയർമെന്റ് ഫോർ സ്റ്റാർട്ടിങ് എ കൗൺസിലിംഗ് സെന്റർ. ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തു. ഒരു പ്ലേസ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ കരിയർ കൗൺസിലിംഗിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കരിയർ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ച ആളുകൾക്ക് നല്ലൊരു മേഖല. ഇപ്പൊ കരിയർ കൗൺസിലർ ആവണമെങ്കിൽ സൈക്കോളജി പഠിക്കണം നിർബന്ധമല്ല, പക്ഷെ സൈക്കോളജി പഠിച്ച ആളുകൾക്കും ഈ മേഖലയിൽ നല്ല സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് കരിയർ കൗൺസിലിംഗ് ഗൈഡൻസിനേക്കാൾ ഉപരി കരിയർ കൗൺസിലിംഗ് മേഖലയിൽ, കരിയർ മെന്ററിങ്ങിലൊക്കെ നല്ല സാധ്യതകളുള്ള ഒരു മേഖല. പ്രത്യേകിച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുക, കുട്ടികളെ കരിയർ കൗൺസിൽ ചെയ്യുക, കരിയർ നോളജ് കൂടി ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് പലതരം കോഴ്സുകളെ കുറിച്ച്, എൻട്രൻസുകളെ കുറിച്ച്, അഡ്മിഷനുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ മേഖലകളെ കുറിച്ച്, തൊഴിലുകളെ കുറിച്ച് ഒക്കെ ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ പലതരത്തിലുള്ള കരിയർ കൗൺസിലിംഗ് റിലേറ്റഡ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ, ഉദാഹരണത്തിന് ഭാരതീയർ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, PG ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ നല്ല പ്രോഗ്രാമാണിത്. ഞാൻ ആയുർവേദിക് ഡോക്ടറാണ്, ഇപ്പോൾ MAPC ഫസ്റ്റ് ഇയർ ചെയ്യുന്നു. അടുത്ത കൗൺസിലിംഗ്, പബ്ലിക് അവയർനെസ് കൗൺസിലിംഗ്, ഈ പബ്ലിക് ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തുക. കൗൺസിലിംഗ്, ഈ അവയർനെസ് പ്രോഗ്രാമിങ്, പബ്ലിക് ടോക്ക് ഒക്കെ നടത്തണമെങ്കിൽ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ വേണം എന്ന് നിർബന്ധമല്ല. ഈ പബ്ലിക് പ്രോഗ്രാമുകളൊക്കെ നടത്തണം എന്നുണ്ട് എങ്കിൽ, ഞാൻ പറഞ്ഞത് ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നത്, പബ്ലിക് ടോക്കുകൾ, കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക എന്നുള്ളതിനൊക്കെ ആ സബ്ജക്റ്റിലുള്ള അവയർനെസ് ആണ് അടിസ്ഥാനപരമായി വേണ്ടത്. ആ നോളജ്, ആ സ്പെസിഫിക് ഏരിയയിൽ 1-to-1 പേഴ്സണൽ കൺസൾട്ടേഷനിലേക്ക് വരുമ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു PG കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി നല്ലതാണ്. അതല്ല എങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസറെ കണ്ടെത്തിയിട്ട് ഒരു പ്രോ ബോണോ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അസിസ്റ്റീവ് ലെവൽ കൗൺസിലിങ്ങോ ഒക്കെ ഇപ്പൊ ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു റെഗുലർ പ്രാക്ടീസിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോസ്പിറ്റൽ ഫീൽഡിൽ സൈക്കോളജി PG മതി. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഫീൽഡിനുള്ളിൽ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു തരം സൈക്കോളജിസ്റ്റ് അല്ല ഉണ്ടാവുക. ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണാശുപത്രികളിൽ ഒരു കൗൺസിലർ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേത്ര ശസ്ത്രക്രിയക്കൊക്കെ പോകുന്ന ആളുകൾക്ക് പേടി ഉണ്ടാവും, അയ്യോ ഇനി കാഴ്ച കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ. ഇപ്പൊ ഇത്തരം ആളുകളെ നമ്മൾ ഹെൽത്ത് കൗൺസിലിംഗ് ചെയ്യുക. അങ്ങനത്തെ ആളുകൾക്ക് ഉള്ള, ഈ ഹോസ്പിറ്റലിൽ വലിയ ഓപ്പറേഷൻ ഒക്കെ പോകുന്ന ആളുകൾക്ക് ഒരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് സോഷ്യൽ വർക്കോ സൈക്കോളജിയിലെ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ മതി. ചില ഹോസ്പിറ്റലിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുണ്ടാവും, അതിന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ യോഗ്യതയാണ്. അപ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ എന്ത് തരത്തിലുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത്. I am a staff nurse, recently completed DED in special education. ഈ DED സ്പെഷ്യൽ എഡ്യൂക്കേഷൻ RC റെക്കഗ്നൈസ്ഡ് സ്ഥാപനത്തിലാണ്, RCI ലൈസൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഈ ചില ബോർഡ് എന്താണ് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ അല്ലേ, BRCകളിലൊക്കെ ചിലപ്പോൾ ഓപ്പണിംഗ് വരാറുണ്ട്. തൊട്ടടുത്തുള്ള സ്കൂളുകളിലൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടി പറ്റും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം DED സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു അംഗീകൃതമായിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ. മിഡിൽ ഈസ്റ്റിലും അത്യാവശ്യം ഈ സെമി എഡ്യൂക്കേറ്റർ പോലത്തെ പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം വിദേശത്ത് പോകുന്ന സമയത്ത് ഒരു ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് ഡിഗ്രിയോടൊപ്പം ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലെല്ലാം ഈ ലൈസൻസിങ്ങും ഗുണം ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്ററുകൾ, റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടും മറ്റൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
ഈ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആവാൻ MA സൈക്കോളജി ഇനഫ് അല്ലേ എന്നുള്ളതാണ്. സ്പെഷ്യലൈസേഷൻ അങ്ങനെ വേണം നിർബന്ധമില്ല. ഈ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് വാട്ട് കൈൻഡ് ഓഫ് കൺസൾട്ടേഷൻ എന്നുള്ളത് പ്രധാനം കേട്ടോ. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഇല്ല. എന്തൊക്കെ കൺസൾട്ടേഷൻ, നിങ്ങൾ കൗൺസിലിംഗ് ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ആണോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യണം. ഇപ്പം എപ്പോഴും നമ്മളൊരു ഒരു ജനറൽ സൈക്കോളജിസ്റ്റിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു സ്പെഷ്യലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു മേഖലയിൽ, ഇപ്പൊ ഞാൻ വ്യക്തിപരമായി കരിയർ കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ആണ് എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ. ഈ പോസിറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ചൈൽഡ് സൈക്കോളജി, ഇപ്പൊ ഞാൻ ജെൻസി സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സൈക്കോളജിസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചികിത്സിക്കുന്ന സൈക്കോളജിസ്റ്റുകൾ, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളെ ജെൻസി സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇനി കപ്പിൾസ് ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ, അതിലൊക്കെ ഭയങ്കര നൈപുണ്യമുള്ള ആളുകൾ ഉണ്ടാവാം. ഇനി ഡിഫറെന്റ് ഏബിൾഡ് ആയ ആളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ, ഇപ്പൊ നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സിൽ നിങ്ങൾ ഭയങ്കര, ഇപ്പൊ ബുദ്ധിസത്തോട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളുകൾക്ക് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പിസ്റ്റ് ആവാം. ഇനി സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പിസ്റ്റ് ആവാൻ വേണ്ടി പറ്റും. അതിനൊക്കെ ഇന്റർനാഷണൽ ലൈസൻസിങ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള കൗൺസിലുകൾ, ഓർഗനൈസേഷനൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം, എലോങ് വിത്ത് നിങ്ങളുടെ ഈ ഡിഗ്രി PG സൈക്കോളജിയുടെ ഒപ്പം തന്നെ. സൈക്കോളജിയിൽ സ്പെഷ്യലൈസേഷൻ എടുക്കേണ്ടത് സെക്കൻഡ് ഇയറിലായിരിക്കും. അത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ മെന്ററോട് ചോദിക്കായിരിക്കും ഇഗ്നോയുടെ രീതി എങ്ങനെയാണ് എന്നുള്ളത്. സാധാരണ ഇതിൽ 3rd സെമസ്റ്ററിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഈ തെറാപ്പിയെ കുറിച്ച് പറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരം തെറാപ്പി എന്നുള്ളത് അതിനനുസരിച്ചിരിക്കും. ഇപ്പം സൈക്കോതെറാപ്പിസ്റ്റ് ആവുക എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു തെറാപ്പി സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് തന്നെ ഇഗ്നോ, ഞാനത് നിങ്ങൾക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ കൂടിയാണ്. ഇഗ്നോയിൽ MA സൈക്കോളജി കഴിഞ്ഞിട്ട് ഇന്ന് ഗൾഫിൽ ഒരു ഇൻഡിപെൻഡന്റ് സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ എനിക്കറിയാം. അവര് ഫോക്കസ് ചെയ്തിട്ടുള്ളത് മെന്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പി എന്ന് പറയുന്ന MBT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അതൊരു ഡെപ്ത് തെറാപ്പി എന്ന് പറഞ്ഞാൽ സൈക്കോ ഡൈനാമിക് സ്വഭാവമുള്ള തെറാപ്പിയാണ്. നിങ്ങൾ ഫ്രോയിഡിനെ പറ്റിയൊക്കെ പഠിക്കുന്ന പോലെ അൺകോൺഷ്യസിലുള്ള സംഗതികളൊക്കെ ചികിത്സിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഡെപ്ത് സൈക്കോളജിയിൽ വരുന്ന ഒരു സംഗതിയാണ്. ഇവരുടെ കരിയർ പാത്ത് വേ എന്താ വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജിയിൽ നിങ്ങളെ പോലെ തന്നെ ഒരു ഡിഗ്രി PG ഒക്കെ ഇഗ്നോയിൽ കഴിഞ്ഞു. അവര് ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു MBT തെറാപ്പിസ്റ്റിന്റെ, മെന്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പിസ്റ്റിന്റെ അണ്ടറിൽ ട്രെയിനി ആയിട്ട് ഒരു 2-3 കൊല്ലം വർക്ക് ചെയ്തു. ഈ UK മെന്റലൈസേഷൻ ബേസ്ഡ് തെറാപ്പിയുടെ ഒരു കൗൺസിലിൽ ഒരു 2 വർഷത്തെ കോഴ്സിന് അവർ എൻറോൾ ചെയ്തു. എലോങ് വിത്ത് അവരെ പേഷ്യന്റിനെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 8-10 പേഷ്യന്റ് ഒരു ദിവസം ഉണ്ട്. ഇന്നത്തെ ഒരു അവസ്ഥ, എനിക്ക് തോന്നുന്നു അവിടുന്ന് UK കോഴ്സ് അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അത് ഓൺലൈൻ ആയിട്ടാണ്. അതിന് ഒരു സൂപ്പർവിഷൻ ഉണ്ടാവും. അവർ പേഴ്സണൽ തെറാപ്പിക്കും പോകണം. ഈ കോഴ്സ് പഠിക്കുന്ന ആളുകൾ സ്വന്തം തെറാപ്പിക്ക് ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടെത്തിയിട്ട് പോകണം. നമ്മളും തെറാപ്പിക്ക് പോകണം. എല്ലാ ആളുകളും നമ്മളെ അടുത്ത് കൊണ്ടുവന്ന് കൊട്ടുമ്പോൾ നമ്മളെ വേറെ അടുത്തും കൊണ്ടുപോയി കൊട്ടേണ്ടി വരും അല്ലേ? നമ്മൾ ചെറിയ വേസ്റ്റ് ബിന്നുകളൊക്കെ ഒരു വലിയ വേസ്റ്റ് ബിന്നിൽ ഇടുമ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യുന്ന വേറൊരു വേസ്റ്റ് ബിന്നു വേണമല്ലോ. അപ്പൊ അതുപോലെ ഒരു സംവിധാനമാണ് ഇതിൽ. ഇപ്പൊ ഒരു സൈഡിൽ പേഴ്സണൽ തെറാപ്പി നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ എല്ലാ ആഴ്ചയിലും 6-8 പേഷ്യന്റിനെ കാണുന്നുണ്ട്, ഒരു സൈഡിൽ കോഴ്സ് റണ്ണിങ് നടക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുക. വളരെ സ്ലോവിലിയാണ്, 5-6 കൊല്ലം കൊണ്ട്. ഇന്ന് ഇപ്പോ ഒരു സെഷൻ തെറാപ്പി ചെയ്യാനൊക്കെ 3500-4000 രൂപ അവർ വാങ്ങുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ട് 10-20 സെഷൻ എന്ന് പറഞ്ഞാൽ മാസം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലെ തന്നെ ഇഗ്നോയിൽ സൈക്കോളജി പഠിച്ച ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവര് ആ MBTയിൽ അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇന്നും ഇപ്പൊ MBT ബേസ്ഡ് തെറാപ്പി വേണമെന്ന് ഒരാൾ എന്നോട് പറയുകയാണെങ്കിൽ, MBT കൊള്ളാം എന്നൊക്കെ പറയുന്ന ആളുണ്ടെങ്കിൽ ഞാൻ അവരെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് പലതരം സൈക്കോ തെറാപ്പികൾ, നിങ്ങൾ സൈക്കോ തെറാപ്പികളെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾ ഇഗ്നോയുടെ സിലബസിന്റെ ഭാഗമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ജനറലി പുറത്തുനിന്നൊക്കെ റീഡ് ചെയ്തിട്ട് നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന തെറാപ്പി ഏതാണെന്ന് നോക്കിയിട്ട് ആ തെറാപ്പിയുടെ ഉള്ളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുക എന്നതാണ്. കോഴ്സുകൾ ഓരോ തരം കോഴ്സസിനും ഓരോ തരം തെറാപ്പികൾക്കും അതിൻ്റെതായിട്ടുള്ള ഇന്റർനാഷണൽ അസോസിയേഷൻസ് ഉണ്ടാവും. അവർ പലതരം കോഴ്സ്, ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷണറി കോഴ്സ് ഉണ്ടാവും, ഒരു 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 അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടാവും, സൂപ്പർവൈസറി കോഴ്സ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സസും ഉണ്ടാവും.
ഈ ആൽക്കഹോളിസം അഡിക്ഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പൊതുവിൽ വർക്ക് ചെയ്യാറത് ഇപ്പോൾ എന്താണ് ഡി അഡിക്ഷൻ കൗൺസിലർ ഡി അഡിക്ഷൻ സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുള്ളത്. ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ ഡി അഡിക്ഷൻ എന്നുള്ള മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ PG സ്പെഷ്യലൈസ് ചെയ്യല്ല, ഒന്ന് ഇത്തരത്തിലൊരു ഡി അഡിക്ഷൻ സെന്ററിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക, ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് വല്ലതും ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക, ഇതിൽ എക്സ്പോഷറും എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ ഡി അഡിക്ഷൻ മേഖലയിലൊക്കെ പിന്നെ പലതരത്തിലുള്ള സ്പെസിഫിക് തെറാപ്പികളൊക്കെ ചെയ്യാറുണ്ട്. അത്തരം തെറാപ്പികളിലൊക്കെ മാസ്റ്ററൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ചൈൽഡ് സൈക്കോളജി ആരായിരിക്കണം ഒരു ചൈൽഡ് സൈക്കോളജി എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലൊരു ലൈസൻസിങ് ഒന്നുമില്ല. പൊതുവെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ആളുകളെ കണ്ടിരിക്കുന്നത്. ഒന്ന് ചൈൽഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. അപ്പം ഈ കുട്ടികളുടെ മാനസിക രോഗങ്ങളെ ചികിത്സിക്കുന്ന ആളുകളെ ചൈൽഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്ലിനിക്കൽ സൈക്കോളജിന്റെ റെഗുലേഷൻസ് ആണ് വേണ്ടത്. അല്ലാത്ത ചൈൽഡ് കൗൺസിലിങ്ങും ചൈൽഡ് ഗൈഡൻസും ഒക്കെ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും സൈക്കോളജിയിലുള്ള ഒരു മാസ്റ്റേഴ്സ് തന്നെ ഇനഫ് ആണ്. കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിലൊക്കെ ഉണ്ടാകുന്ന ഒരു PG ഡിപ്ലോമയൊക്കെ ഒരു അധിക യോഗ്യതയായിട്ട് എന്തായാലും പരിഗണിക്കും. ഓക്കെ. MA ചൈൽഡ് സൈക്കോളജി പറഞ്ഞ കോഴ്സ് ഉണ്ടോ? MA സൈക്കോളജി അല്ലേ ഉള്ളൂ. ചൈൽഡ് സൈക്കോളജി പഠിച്ചാലാണ് പറ്റും. ഈ ചൈൽഡ് സൈക്കോളജി തന്നെ പഠിക്കേണ്ടതില്ല. MA സൈക്കോളജി കഴിഞ്ഞാലും ചൈൽഡ് ഗൈഡൻസ്, ചൈൽഡ് കൗൺസിലിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ്ക്യൂസ് മീ സർ, അതിന് സെപ്പറേറ്റ് എന്തെങ്കിലും കോഴ്സ് എടുക്കണോ? ചൈൽഡ് സൈക്കോളജി ചെയ്യുന്ന ഇപ്പൊ ആഫ്റ്റർ MA നമുക്ക് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന മേഖലയിലോട്ട് പോകാൻ എന്തെങ്കിലും സെപ്പറേറ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? പൊതുവെ ആരായിരിക്കണം ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്നുള്ളതിൽ നമ്മുടെ നാട്ടിൽ റെഗുലേഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് പൊതുവിൽ ഞാനൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്ന ആളുകളുടെ യോഗ്യത എന്തായിരിക്കും? സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് ആണ് ബേസിക് യോഗ്യത. ഇനി അതോടൊപ്പം നമ്മളൊരു കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിലൊക്കെ ഉള്ള ഒരു ഡിപ്ലോമ അധികമായി പഠിക്കുന്നത് അധിക യോഗ്യതയായിരിക്കും, ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. ബേസിക് ക്വാളിഫിക്കേഷൻ PG സൈക്കോളജി ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട അറിവുകൾ, കുട്ടികളിൽ ഉപയോഗിക്കുന്ന തെറാപ്പികളും കൗൺസിലിംഗ് ടെക്നിക്കിലുള്ള ഒരു നോളജ്, ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഒരു അധിക യോഗ്യതയായിട്ട് എന്തായാലും പരിഗണിക്കും. ഓക്കെ. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തോന്നുന്നു. നമ്മളെ സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ സൈക്കോളജി PG ഇഗ്നോയിൽ പഠിക്കുന്ന, ഡിഗ്രി PG ഇഗ്നോയിൽ പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു ഓർഗനൈസേഷനിൽ ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഓർഗനൈസേഷനിൽ നമ്മളൊരു CV അയച്ച് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു സ്കൂളിലോ ഒരു സ്ഥാപനത്തിലോ ഒരു സെന്ററിലോ ജോലി കിട്ടണം എന്ന് നിർബന്ധം ഇല്ല. ഞാൻ നിർബന്ധമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഇഗ്നോയിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൈക്കോളജി ജോലിക്ക് ഒരു ക്രൈസിസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടക്കൽ എങ്ങനെ? നീ ചിലപ്പോൾ ഇഗ്നോയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ടും ചിലപ്പോൾ ക്രൈസിസ് വരാൻ സാധിക്കും. കാരണം ഓരോ സ്ഥാപനങ്ങളും അവരവരുടെ യുക്തിക്കനുസരിച്ചിട്ടാണ് ആളുകൾ എടുക്കാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള നിലക്ക് ഒരു ആളുടെ അണ്ടറിലല്ലാതെ സ്വന്തം നിലക്ക് എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് ചെയ്യാനുള്ള ഒരു സ്കില്ല്, ടാലന്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള. കൗൺസിലറായിട്ടോ സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ടോ ട്രെയിനറായിട്ടോ ട്യൂട്ടറായിട്ടോ ഗൈഡായിട്ടോ കരിയർ കൗൺസിലറായിട്ടോ കപ്പിൾ തെറാപ്പിസ്റ്റ് ആയിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണോ നിങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ കൂടി ഒരു ഗ്രാജുവലി ഒരു പേഴ്സണൽ ബ്രാൻഡായി വരാനും ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങൾ ഈ പഠനത്തോടൊപ്പം തന്നെ ശ്രമിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞത് റിഹേഴ്സൽ ചെയ്യാതെ തട്ടിക്കയറുന്ന പോലെയാണ്. റിഹേഴ്സൽ ചെയ്യാതെ നാടകത്തിൽ തട്ടിക്കയറിയിട്ട് കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് പഠനത്തോടൊപ്പം തന്നെ പ്രാക്ടീസ് നടക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാലയളവിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി എൻഗേജ് ചെയ്യുക, അതിനുവേണ്ടി ചിന്തിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതിന്റെ ബേസിക് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ ഇഗ്നോയിലുള്ള ഈ ജേണി, ലേൺ വൈസിനോടൊപ്പമുള്ള ഈ ജേണിയിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഇൻ ഫ്യൂച്ചറിൽ ഒരു കരിയർ കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസിസ്റ്റൻസോ ഹെൽപ്പോ എൻ്റെ കഴിവിനും അറിവിനും പരിധിക്കുള്ളിൽ വരാച്ചാൽ അത് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.
നമുക്ക് സാർ വളരെ ഡീപ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലയിലും, എല്ലാ ഏരിയയിലും ഉള്ള നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസും നമ്മളുടെ പോസിബിലിറ്റീസും ഒക്കെ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു എല്ലാവിധ ഡൗട്ട്സും അദ്ദേഹം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ എല്ലാവരുടെയും ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് കരുതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലും നമുക്ക് എല്ലാ ഓറിയന്റേഷൻ സെഷനിലും ഉള്ളതുപോലെ തന്നെ ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവും. ഞാനൊന്ന് ആ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പം സാറ് എല്ലാ ഏരിയയിലുള്ള സ്കോപ്പുകളും അവിടെയൊക്കെയുള്ള ജോലി സാധ്യതകളെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതിലേതെങ്കിലും ഒന്നിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ സെഷൻ പോലെ ഒന്ന് നിങ്ങളുടെ ഒരു ഫൈൻഡിങ്സ് നിങ്ങൾക്ക് അതിൽ എക്സ്പ്ലോർ ചെയ്തിട്ട്, ഇപ്പം സാർ പറഞ്ഞതുപോലെ കരിയർ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി സാധ്യതയെ പറ്റി നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഗൂഗിളിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ മെന്ററിനൊന്ന് അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫയല് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് എവ്രിവൺ ഫോർ ജോയിനിങ് ദ സെഷൻ.